എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഉണ്ടാക്കി വരുമ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാകില്ല, അത്രയ്ക്ക് ടേസ്റ്റായിട്ട് വരും. കേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്ര സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഗോതമ്പ് പൊടിയുമാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ഒരു പാനിലേക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം. അതിൽ നിന്ന് കുറച്ച് ഈ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ മെൽറ്റായി നന്നായിട്ട് ക്യാരറ്റിലൊന്ന് പിടിച്ചു വരണം. ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വെന്ത് ആ പച്ച രുചിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതേപടി വേണമെങ്കിൽ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പഞ്ചസാരയിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടും. ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് ആട്ടയാണ് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആശീർവാദിൻ്റെ സെലക്ട് ആട്ടയാണ് ഇതിനായിട്ട് എടുത്തത്. ഈ ആട്ട ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ കേക്കിന് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഒട്ടും വരില്ല. നമ്മൾ മൈദയൊക്കെ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ കിട്ടുന്ന ടേസ്റ്റും അതിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കിട്ടും. അടുത്തതായി ചെയ്യേണ്ടത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് പൗഡർ കയ്യിലില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ബേക്കിംഗ് സോഡയും ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പകുതി അളവിലും ചേർത്ത് കൊടുത്ത് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിൽ അരിച്ചെടുത്താലും മതി. 1 കപ്പ് ആട്ടയായിരുന്നു ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തത്. കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചാട്ട ഇപ്പോൾ എടുക്കാതെ മാറ്റി വെക്കുന്നുണ്ട്. അവസാനം ബാറ്റർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഈ സമയമായപ്പോഴേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി മുഴുവൻ ക്യാരറ്റിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ ക്യാരറ്റ് അടിയിൽ അടിഞ്ഞുകൂടാതെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടും. ഗോതമ്പ് പൊടിയെല്ലാം ക്യാരറ്റിൽ നന്നായി കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ കേക്കിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഇവിടെ പറയുന്നത്. 1 കപ്പ് പഞ്ചസാര എടുത്തത് മിക്സിയിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് അതേ അളവിൽ തന്നെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതിന് പകരം 150 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ട ഏകദേശം 150 ഗ്രാം വരും. നല്ല മുട്ടയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഡയറക്റ്റായിട്ട് പൊട്ടിച്ചൊഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. 1 കേക്കിനുള്ള അളവാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഓരോ പ്രാവശ്യം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇത് വളരെ കുറച്ചളവായതുകൊണ്ടാണ് 1 പ്രാവശ്യമായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ 1 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാകം മനസ്സിലാകും. ഇനി ഇത് ഗോതമ്പ് പൊടിയും ക്യാരറ്റും ബേക്കിംഗ് പൗഡറും കൂടെ ചേർന്ന മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സ്പൂൺ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചോ മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ഒരിക്കലും അടിച്ചെടുക്കരുത്. മൈദ കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരും, ഇത് ശരിയാകുമോയെന്ന്. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് വരും. കുറച്ച് ജാതിക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാതിക്ക പൊടിച്ചത് ചേർക്കുമ്പോൾ ആ മുട്ടയുടെ മണം അങ്ങ് മാറിക്കിട്ടും. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്.
ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ബാറ്ററിന് കുറച്ച് വ്യത്യാസം വരും. അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് ഗോതമ്പ് പൊടി നേരത്തെ മാറ്റി വെച്ചിരുന്നത്. മാറ്റി വെച്ചിരുന്ന ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഈ കേക്കിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചത്. ഇനി ഈ ബാറ്റർ കുറച്ച് എണ്ണ പുരട്ടി മൈദയോ ഗോതമ്പ് പൊടി എന്തെങ്കിലും ഇട്ട് കോട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരളവിൽ ഏകദേശം 400-450 ഗ്രാം വെയിറ്റുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രഷർ കുക്കറിലാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ എടുക്കുമ്പോൾ പഴയ കുക്കർ നോക്കി വേണം എടുക്കാൻ. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് കുക്കറിൻ്റെ ഗ്യാസ്കറ്റും വെയിറ്റും ഒക്കെ മാറ്റണം. കുക്കർ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ തട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ കുക്കറിലേക്ക് മാറ്റാം. ആദ്യത്തെ 5 മിനിറ്റ് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം അരമണിക്കൂർ കൊണ്ട് കേക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ കറക്റ്റായി അരമണിക്കൂറായിട്ടുണ്ട്. കേക്ക് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തോ എന്ന് മനസ്സിലാവും. ഇതുപോലെ കുത്തി നോക്കുമ്പോൾ കേക്കിൻ്റെ ബാറ്റർ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവിൽ യാതൊരു മാറ്റവും വരാതെ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.